എവിടെന്നാ വിളിക്കുന്നേ? ബിജെപിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. സുലോചന എന്നാണോ ചേച്ചിയുടെ പേര്? ആ പറയൂ. ഓക്കെ, ചേച്ചിക്ക് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടിയൊക്കെ പേയ്മെന്റ് വന്നതാണോ? ആ വന്നിരുന്നു. ഓക്കെ ചേച്ചി, നമ്മളിപ്പോ ഇലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ. ആ ചേച്ചിക്ക് ഇപ്പൊ ബിജെപി ഭരണത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ? ബിജെപി ഭരണം, ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ. മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല, യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല. ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അദാനിക്ക് അംബാനിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച്. ഇനി നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും. 50 രൂപയ്ക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞാണ്, ഇപ്പൊ 110 രൂപ അടുപ്പിച്ചായി. ഇതിലൊന്നും പറയാനില്ലേ? അതൊന്നും നിങ്ങളെന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ, ഒരു മറുപടിയും കൂടെ പറയും. ആളുകൾക്ക് കട്ട് ചെയ്തിട്ട് പോവല്ലേ, കട്ട് ചെയ്തിട്ട് പോവല്ലേ. നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടിയായിരുന്നു. കട്ടിയിട്ട് എന്തെങ്കിലും പോവില്ലേ ചേച്ചി? നമ്മൾ മുമ്പത്തെ ഭരണമാണെങ്കിൽ ഇങ്ങനെയൊന്നും വന്നിട്ടില്ലാന്ന് ചേച്ചിക്ക് നല്ല ഉറപ്പുണ്ടാ? എല്ലാ കാര്യത്തിലും ചേച്ചി കറക്റ്റായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ചേച്ചിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത്രയും ഭീകരമായിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥയില്ല. 10 ലക്ഷം തൊഴിൽ ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് 10 ലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴില് റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് മോക്കറിയോ? അങ്ങനെ ഒഴിവാക്കപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചിട്ട് 15 ലക്ഷം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടുമെന്ന്. ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ? അപ്പൊ ബിജെപിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം. എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മോളുടെ വീട്ടിൽ കിട്ടിയോ? എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ ബിജെപി ഭരണം വന്നത് കൊണ്ടാ, കേന്ദ്രത്തിൽ ബിജെപി ഭരിച്ചത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അവിടെ ഭരണം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. മോളത്തെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത്? ഈ രാജ്യത്ത് നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ, നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നത്? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. രാജ്യത്ത് ഭരണം പറയുന്നത് ഈ 3 അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാനെന്നും ബംഗ്ലാദേശെന്നും അഫ്ഗാനിസ്ഥാനെന്നുള്ള 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം? 6 മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ഒരു മതത്തിനെ എന്തിനു മാറ്റി നിർത്തണം? അവര് അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ. അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായതുകൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നെ അത് തെറ്റല്ലേ? അത് അങ്ങനെയൊക്കെ കാണിക്കുന്നത് മതത്തിന്റെ പേര്. ഇത്രയും 6 വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല, ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം. മണിപ്പൂരിൽ എന്താണ്, എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ? മണിപ്പൂർ ഭരിക്കുന്ന ആരാണ്? ബിജെപി ആണ്. ബീരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂർ ഭരിക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ്. ഈ 2 ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിലൊരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ മോളെ? അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം. കേട്ടോ? ഓക്കെ.